സഹോദരീ സഹോദരങ്ങളെ, ചെറിയ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാമത്തെ വാക്യം. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? സത്യത്തിൽ ഇതാണ് ഇന്നത്തെ സന്ദേഹം. പിന്തുടരേണ്ടിയ കാൽച്ചുവടുകൾ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. ആ കഷ്ടതയുടെ പുതിയ മാർഗം നമുക്ക് ഉപദേശിച്ചു തന്നു. പക്ഷേ വർഷം 2000 കഴിഞ്ഞിട്ടും നമുക്ക് ഇന്നും മനസ്സിലാകുന്നില്ല. കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയത്തില്ല, പിന്നെ എങ്ങനെ വഴി അറിയും? ആരാണ് ക്രിസ്തു നമുക്ക്? യഥാർത്ഥത്തിൽ എന്താണ് യേശു ക്രിസ്തുവിനാൽ തെളിയിക്കപ്പെട്ട വഴികൾ? അവിടെയാണ് ഈ വേദഭാഗം നമുക്ക് കുറെ കൂടെ അധികമായി മനസ്സിലാകുവാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, യഹൂദന്മാർക്കൊരു മശിഹയെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. എന്നാൽ ആ മശിഹ റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ, യഹൂദന്മാരെ വിടുവിച്ച് ഒരു രാജ്യം സംസ്ഥാപിക്കുന്ന അധികാരിയായ മശിഹ. നമ്മൾ വേദശാസ്ത്ര വിശകലനത്തിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വാക്കാണ് റോയൽ മസ്സായ. രാജാവായ മശിഹ. രാജാവായ മശിഹയാണ് യഹൂദന്റെ മനസ്സിലെ മശിഹ മാർഗം. യഹൂദന്മാരുടെ രാജ്യം സംസ്ഥാപിച്ച് യഹൂദന്മാരെ അടിമപ്പെടുത്തിയിരിക്കുന്ന ഘടനകളിൽ നിന്ന് അവരെ വിമോചിപ്പിച്ച് ഈ ഭൗതിക ലോകത്തിൽ ഒരു രാജ്യം സംസ്ഥാപിക്കുന്ന രാജാവായ മശിഹ 12 അപ്പോസ്തലന്മാരുടെ മനസ്സിലും അതാണ്. എന്നാൽ യേശു ക്രിസ്തു പറയുന്നത് ഒരു പിതാവിനെ കുറിച്ചും ആ പിതാവിൽ നിന്ന് അയക്കപ്പെട്ട പുത്രനെ കുറിച്ചും, ആ പുത്രൻ ഈ ചരിത്ര ലോകത്തിന് നൽകുന്ന പിതാവിങ്കലേക്കുള്ള മാർഗമാണ് യേശു ക്രിസ്തു പറയുന്നത്. അത് സത്യത്തിൽ 12 അപ്പോസ്തലന്മാർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ധന്യനായ മാർത്തോമാ ശ്ലീഹ യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യം തന്നെ ഉയർത്തുന്നത്. കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് നിന്റെ മാർഗം ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പിന്നെ ഞങ്ങൾ ആ മാർഗത്തിന്റെ കാൽച്ചുവടുകൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ വലിയ പ്രശ്നം ഇതാണ്. നമുക്ക് പാദമുദ്രകൾ ജീവിതത്തിൽ മനസ്സിലാകാത്തതിൻ്റെ കാര്യം ക്രിസ്തു തെളിയിച്ച വഴിയെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് നമുക്ക് കിട്ടുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു ഇതിന് പറയുന്ന മറുപടി യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രചുരപ്രചാരമായ വാക്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. പക്ഷേ 12 അപ്പോസ്തലന്മാർക്കോ പ്രത്യേകിച്ച് മാർത്തോമാ ശ്ലീഹായ്ക്കോ മനസ്സിലാകുന്നില്ല. ഞാൻ ഈ വഴി മനസ്സിലാകാൻ വേണ്ടി 1, 2, 3 എന്നൊന്ന് പറയുകയാണ്, എല്ലാവർക്കും ഒന്ന് ഹൃദിസ്ഥമാക്കാൻ. ഒന്നാമത് പറയുന്നത് ദ വേ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് ഹോളിനെസ്. വളരെ വളരെ സ്വയമേവ താഴ്ത്തി വിനയപ്പെടുന്ന വിശുദ്ധിയുടെ വഴി. അതാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ദൈവത്തിങ്കലേക്ക് നമ്മെ നയിക്കുവാൻ ഈ ലോകത്തിന് കാണിച്ചു തന്ന ഏറ്റവും മനോഹരമായ മാർഗം, ദ വേ ഓഫ് ഹോളിനെസ് ആൻഡ് ഹ്യൂമിലിറ്റി. പത്രോസ് അപ്പോസ്തലൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് 2-ാം അധ്യായം 15-ാം വാക്യത്തിലും അതുപോലെ തന്നെ 1-ാം അധ്യായത്തിലും ഒക്കെ പറയുന്നത്, നിങ്ങൾ വിശുദ്ധരാണ്, നിങ്ങളെ വിശുദ്ധിയിലേക്ക് വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടും ജനനത്താൽ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായ പരിശുദ്ധ സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ നമ്മെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്നതാണ് യഥാർത്ഥത്തിൽ യഹോവയാം ദൈവം
തെരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം വംശമായ ദൈവജനത്തെക്കുറിച്ച് യഹോവയാം ദൈവം നൽകിയ കാഴ്ചപ്പാടതാണ്. അതുകൊണ്ട് ആ വിശുദ്ധിയുടെ മാർഗം അത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പിതാവിങ്കലേക്കുള്ള വഴിയുടെ മനോഹര മാർഗമായി പിന്തുടരേണ്ടിയ ഒന്നാമത്തെ കാഴ്ചപ്പാടായി നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് വിശദീകരിക്കാൻ ഞാൻ ഒരു സംഭവത്തെക്കുറിച്ച് പറയാം. ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന മനുഷ്യരൊക്കെ യേശു ക്രിസ്തുവിലെ ഈ രാജാവെന്ന ഭാവം അവരുടെ എല്ലാം മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് 12 അപ്പോസ്തലന്മാർ, അവരുടെ എല്ലാം പ്രതീക്ഷ അവർ വലയും വള്ളവും ഒക്കെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്തത് ഇവനൊരു രാജ്യം സ്ഥാപിക്കും. യോഹന്നാനും യാക്കോബും അമ്മയോടുകൂടെ ചെന്ന് യേശു ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, വലത്തും ഇടത്തും നിന്റെ രാജ്യ സംസ്ഥാപന നാളുകളിൽ നമ്മുടെ ഈ പിള്ളേർ രണ്ടുപേരും ഇരിക്കണം. സഹോദരങ്ങളെ, അപ്പോസ്തലന്മാർ അനുധാവനം ചെയ്ത അധികാരത്തിൻ്റെയും സ്ഥാനമാനത്തിൻ്റെയും വഴി, ആ വഴിയാണ് ഇന്നും നമുക്ക് പരിചിതം, ആ വഴിയാണ് ഇന്നും നമ്മുടെ മാർഗം. എന്നാൽ അതല്ല നസ്രായക്കാരൻ കാണിച്ചു വന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. യെരൂശലേമിലേക്കുള്ള മഹനീയ യാത്ര, ആ ദിവസമാണല്ലോ മഹത്തരമായ ഊശാന പെരുന്നാൾ. എന്തൊരാരവം! ജനമെല്ലാം ഇളകി. നസ്രായക്കാരൻ യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നു. പത്രോസും യോഹന്നാനും യാക്കോബും ദിദിമോസ് എന്ന തോമസും ഒക്കെ ആകാംക്ഷഭരിതരായ നിമിഷമല്ലേ അത്? യഥാർത്ഥത്തിൽ മനോഹരമായ ഒരു വഴി, ആ വഴി ശിഷ്യന്മാരുടെ പ്രതീക്ഷ. ഇന്ന് പലതും സംഭവിക്കും. ഇന്ന് രാജ്യ സംസ്ഥാപനമുണ്ടാകും. യെരൂശലേമിൽ മശിഹ രാജാവായി അധികാരത്തിൽ കടന്നു വരും. എന്നാൽ നസ്രായക്കാരൻ ഈ യെരൂശലേമിലേക്കുള്ള യാത്രയ്ക്ക് അതിൻ്റെ മുന്നോടിയായി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിക്കണം. അതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കും, എന്തിനാണ് അഴിക്കുന്നത്? അതാണല്ലോ ഓശാനയുടെ വിഷയം. അപ്പൊ ആ ഉടമസ്ഥനോട് പറയണം, മാസ്റ്റർ നീഡ്സ് ഇറ്റ്. ഉടമസ്ഥനെ, ഞങ്ങളുടെ കർത്താവിനെ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അങ്ങനെ ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ നസ്രായക്കാരൻ യേശുവിൻ്റെ അരികെ കൊണ്ടുവന്നു. അവൻ കഴുതയുടെ പുറത്ത് കയറി യെരൂശലേമിലേക്ക് യാത്രയാകുന്നു. പരിശുദ്ധനായ മാർ അപ്രയും അദ്ദേഹം മനോഹരമായി പറഞ്ഞു, ഇതാണ് നസ്രായക്കാരൻ്റെ കാൽച്ചുവടിൻ്റെ ഒന്നാം വശം. ഇതാണ് നസ്രായക്കാരൻ തെരഞ്ഞെടുത്ത മനോഹരമായ വഴി. യഹൂദന്റെ മനസ്സിൽ, 12 അപ്പോസ്തലന്മാരുടെ മനസ്സിൽ കുതിരയുടെ വഴിയാണ്, അധിനിവേശത്തിന്റെ വഴി, അധികാരത്തിന്റെ വഴി, രാജ്യ സംസ്ഥാപനത്തിന്റെ വഴി. എന്നാൽ നസ്രായക്കാരന്റെ വഴി കഴുതയുടെ വഴി. ദ വേ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് ഹോളിനെസ്. വിശുദ്ധിയുടെയും വിനയത്തിന്റെയും വഴി. ആ വഴി അവസാനിക്കുന്നത് ഗോകുൽത്തായുടെ ഉത്തംഗ ശൃംഗത്തിൽ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സഭാജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് ഇന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അപ്പോസ്തലനായ തോമസ് ലീഗ ചോദിച്ചു, എങ്ങോട്ടാണ് ഈ യാത്ര? അത് മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെ വഴി മനസ്സിലാകും? യേശുവിനെ മനസ്സിലാകാതെ യേശു നമുക്ക് വെച്ചേച്ച് തന്ന കാൽച്ചുവടുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. മറിച്ചൊന്ന് ചിന്തിച്ചേ, നസ്രായക്കാരൻ കുതിരയെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്നാണ് പ്രശ്നം? ഈ ക്രൂശിലെ മരണവും, ഞാൻ ഈ വിഷയം മനസ്സിലിട്ടത് ആലോചിച്ചപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചു, എന്താണ് നമ്മളെ പിന്തുടരേണ്ടിയ കാൽച്ചുവടുകൾ? അപ്പം അവരുടെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പൊ പറഞ്ഞു, അനേക മനുഷ്യർ ഈ ലോകത്തിൽ നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ആ നേട്ടങ്ങൾ നേടിയെടുത്ത മനുഷ്യർ അവരുടെ സമ്പത്ത്, സ്വാധീനം, അവർ നയിക്കുന്ന ജീവിതശൈലി, അവരുടെ പ്രൊഫഷണലിലെ മികവ്
ഇതൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പറയും, ഹീ ദ പർട്ടിക്കുലർ പേഴ്സൺ, ഹീ ഈസ് ലീഡിങ് എ സക്സസ്ഫുൾ ലൈഫ്. നസ്രായക്കാരന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ ഒക്കുവോ? യഥാർത്ഥത്തിൽ യേശുവിന്റെ ജീവിതം ജയമായിരുന്നോ പരാജയമായിരുന്നോ? ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? പരാജയമെന്ന് ഇന്നും നമുക്ക് തോന്നുന്നെങ്കിൽ അനുധാവനം ചെയ്യേണ്ട പാദമുദ്രകൾ ഇവിടെ ഉണ്ടോ? ഈ രണ്ട് കള്ളന്മാർ, കാൽവറി ക്രൂശിലെ രണ്ട് കള്ളന്മാർ, അതിൽ വലത്തുഭാഗത്തെ കള്ളനെ ഒത്തിരി നമ്മൾ പുകഴ്ത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് ശരി. അദ്ദേഹമാണ് ഈ രാജത്വത്തിന്. യേശുക്രിസ്തു പീലാത്തോസിനോട് പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. പക്ഷെ അതാർക്കും മനസ്സിലാകുന്നില്ല. മനസ്സിലായ ഏകയാളെ ആ വലത്തുഭാഗത്തെ കള്ളനാണ്. അങ്ങേർക്ക് മനസ്സിലായി. വളരെ വേദനയോടെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്താ എന്ന് നിലവിളിക്കുമ്പോഴും ബഹുഭൂരിപക്ഷത്തിന്റെ മനസ്സിൽ 3.5 വർഷക്കാലത്തെ ജീവിതം പരാജയമാണ്. എന്നാൽ ആ കള്ളൻ പറഞ്ഞു, നീ രാജത്വം പ്രാപിക്കും. റിമെമ്പർ മീ ടു, എന്നെയും ഓർക്കണമേ. എന്നാൽ ഇന്നും ഇടത്തുഭാഗത്തെ കള്ളനാണ് സമൂഹത്തെ നയിക്കുന്നത്. ഇടത്തുഭാഗത്തെ കള്ളനാണ് നമ്മുടെ ആശയത്തെ മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്നാണെന്നറിയാവോ? 3.5 വർഷക്കാലം എന്തൊരു ഇടപാടായിരുന്നു പലസ്തീൻ നാട്ടിൽ. കുരുടന് സൗഖ്യം, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, എന്തിനേറെ പറയണം, കൂനിയായ സ്ത്രീ നിവർന്നു. ഓരോ സംഭവങ്ങളും എന്തൊരു സെറ്റപ്പായിരുന്നു, എന്തൊരു ക്രമീകരണമായിരുന്നു. പക്ഷെ ദേ കിടക്കുന്നു കുരിശൻ. ഇടത്തുഭാഗത്തെ കള്ളം പറഞ്ഞൊരു പ്രായോഗികതയുണ്ട്. രക്ഷപ്പെടാൻ വല്ല കഴിവുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ. ആ കൂട്ടത്തിൽ ഞങ്ങളെയും രക്ഷിക്കുക. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ സെക്കുലർ വേൾഡ് പറഞ്ഞേനെ, യെസ്, ഹി വാസ് ലീഡിങ് എ സക്സസ്ഫുൾ ലൈഫ്. അങ്ങേരെ മനോഹരമായൊരു ജീവിതം നയിച്ചെന്ന്. അധിക ദൂരമില്ലല്ലോ പരിമല തിരുമേനിയുടെ ഖബറിടം. എൻ്റെ ദൈവമേ, എന്തൊരു ജീവിതം! നമ്മൾ നോക്കിയാൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ല, സമർത്ഥനായ സംഘാടകനല്ല. വിവിധ സന്ദർഭങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കിക്കേ. ഭീതിയുള്ള കച്ചത്തോർത്ത്, അത് ഉദരവേദന കൊണ്ടാണെന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ചുള്ള, പരിശുദ്ധനായ പരിമല തിരുമേനിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ബയോഗ്രഫി പറയുന്നത്, വിശപ്പ്, ആ വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി ഭീതിയുള്ള എടക്കെട്ട് മുറുക്കിക്കെട്ടി. നല്ല പ്രായത്തിൽ കൊച്ചു തിരുമേനി വരാവുന്നതിലേക്കും വേദനാജനകമായ രോഗം വന്ന് ഈ ചരിത്ര ലോകത്തോടെ വിട പറഞ്ഞു. അനുധാവനം ചെയ്യാൻ കൊള്ളാവുന്ന ഒരു ജീവിതമാണോ? അതേസമയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ, ആ സ്ഥാനത്തിരിക്കുന്ന, അതേ സ്ഥാനത്തുള്ള നമ്മൾ കാണുന്ന മറ്റ് ജീവിതങ്ങൾ കണ്ടേ നമ്മൾ പറയും, യെസ്, ഇതാണ് ജീവിതം. അവിടെയാണ് സഹോദരങ്ങളെ തോമസ് ശ്ലീഹായുടെ വാക്ക്, എൻ്റെ കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെ വഴിയറിയും? നീ തിരഞ്ഞെടുത്തത് കഴുതയെ, നീ തിരഞ്ഞെടുത്തത് സ്വയമേവ കഷ്ടത അനുഭവിച്ച് ക്രൂശിലെ മരണം. നിങ്ങൾ ഓർക്കണം, ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഒരു നിമിഷം മതി കർത്താവ് ഇടതുഭാഗത്തെ കള്ളന്റെ പ്രേരണ, ആ സമ്മർദ്ദം, അതിനല്പമെങ്കിലും കർത്താവ് മനസ്സ് വച്ചിരുന്നെങ്കിൽ എന്തു സംഭവിച്ചേനെ? തന്റെ അധികാരത്തിൽ, തന്റെ ശക്തിയിൽ ലോകത്തെ മുഴുവൻ, റോമ സാമ്രാജ്യത്തെ മുഴുവൻ ധ്വംസമാക്കുവാൻ, നശിപ്പിക്കുവാൻ യേശുവിന് കഴിയായിരുന്നില്ലേ? പക്ഷെ എന്താ യേശു അങ്ങനെ ചെയ്യാഞ്ഞത്? എന്താണ് യേശു അങ്ങനെ പ്രവർത്തിക്കാഞ്ഞത്? അത് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് നസ്രായക്കാരൻ ലോകത്തിന് നൽകിയ
യേശു ക്രിസ്തു വെച്ചേച്ചു പോന്ന പാദമുദ്രകളെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, എന്തിനാ കർത്താവ് മരിച്ചത്? ഞാൻ അല്പം ഇങ്ങനെ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണേ. യോഹന്നാന്റെ സുവിശേഷം 14-15 അധ്യായത്തിലൊക്കെ വളരെ ഹൃദയഭേദകമായ ചില സംവാദങ്ങൾ നടക്കുന്നുണ്ട്. ഈ 12 അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല. കർത്താവ് പച്ചയായി പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്. ആ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. ഈ വാർത്തകൾ സത്യത്തിൽ ശിഷ്യ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിക്കളഞ്ഞു. അവിടെയാണ് 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ വേദനയോടെ, നിരാശയോടെ ഗുരുവിന്റെ മരണം വിടവാങ്ങൽ അത് സഹിക്കാൻ മേലാത്തവരോടാണ് പറഞ്ഞത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. സത്യത്തിൽ ഈ വേദഭാഗമൊക്കെ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കണം. മരിക്കാതെ ഈ ചരിത്ര ലോകത്തിൽ ഒരു പുതിയ മാർഗം കർത്താവ് കാണിച്ചു തന്നിരുന്നെങ്കിൽ, നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. മഹാനായ അലക്സാണ്ടറിന്റെ വഴി, ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തിയ ചക്രവർത്തിമാരുടെ വഴി, ലോകത്തിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ നേടിയെടുത്തവരുടെ വഴി, ലോകത്തിൽ ഇഷ്ടം പോലെ സമ്പത്ത് കൂട്ടിവെച്ചവരുടെ വഴി, അങ്ങനെ സക്സസ്ഫുള്ളായ മനുഷ്യർ. പക്ഷേ അവരാരും ഈ ചരിത്രത്തിൽ ഇന്ന് ഓർക്കപ്പെടുന്നില്ല. എന്നാൽ നസ്രായക്കാരൻ വെച്ചേച്ചു പോകുന്ന വഴി എന്നാന്നോ? സ്വയമേവ കഷ്ടത അനുഭവിച്ച വഴി. അതാണ് പത്രോസ്ലീഹ പറഞ്ഞത്. പത്രോസ്ലീഹ പറഞ്ഞത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. ആ മാതൃക, കഷ്ടതയുടെ മാതൃക, അത് വെച്ചേച്ചു പോന്നു. അതാണ് രണ്ടാമത്തെ വഴി. ഒന്നാമത്തേത് the way of humility and holiness. ഞാൻ ഹോളിനെസ് വിശദീകരിക്കാഞ്ഞത് പരിമല തിരുമേനിയെ ചേർത്ത് ഞാൻ പറഞ്ഞല്ലോ. സഹോദരങ്ങളെ, ഈ ചരിത്രത്തിൽ ഏത് മനുഷ്യനുണ്ട് കർത്താവിനെ പോലെ, യേശു ക്രിസ്തുവിനെ പോലെ? കർത്താവ് ധൈര്യമായി ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും പാപത്തെക്കുറിച്ച് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താവോ? ഞാൻ ചെയ്ത ഒരു തെറ്റെങ്കിലും നിങ്ങൾക്ക് പറയാവോ? ഞാൻ ആർക്കും വേണ്ടാത്ത, ലോകം ഉപേക്ഷിച്ച പാവപ്പെട്ട മനുഷ്യരോടുകൂടി അധിവസിച്ചു. കുഷ്ഠരോഗിയും കുരുടനും യഹൂദ മതത്തിന് നിഷിദ്ധരായിരുന്നവരും എന്നോടുകൂടി ഉണ്ടായിരുന്നു. വലിയ പേര് കെട്ട വ്യഭിചാരി സ്ത്രീകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പണക്കൊതിയനായ യൂദായും സ്ഥാനമാനങ്ങൾ മാത്രം ആഗ്രഹിച്ച യാക്കോബും യോഹന്നാനും ഒക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും അർത്ഥതലത്തിൽ പാപത്തെക്കുറിച്ച്, പാപത്തിൻ്റെ ഒരു കണിക കാണിക്കാവൂ? സത്യത്തിൽ സഹോദരങ്ങളെ, എല്ലാ തിന്മകളും വട്ടം നിന്നിട്ടും ഒരു തിന്മയ്ക്കും വിധേയപ്പെടാതെ തിന്മയെ നന്മയാക്കി. അതാണ് നസ്രായക്കാരൻ്റെ വഴി. അതാണ് ദ വേ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് വേ ഓഫ് ഹോളിനെസ്. രണ്ടാമത്തേത് ദ വേ ഓഫ് സഫറിങ് ആൻഡ് വേ ഓഫ് ഡെത്ത്. മരണം അല്ലെ മരണത്തിൻ്റെ വഴി എന്ന് ദുർവ്യാഖ്യാനം ചെയ്യരുത്. കഷ്ടതയുടെ വഴി. ആ കഷ്ടതയുടെ വഴി മരണമില്ലാത്തവൻ മരിച്ചു എന്ന സത്യമാണ്. സഹോദരങ്ങളെ, ഞാൻ ഇടയ്ക്ക് ഉയർത്തിയ ചോദ്യം വീണ്ടും ചോദിക്കട്ടെ. എന്തിനാണ് നമ്മുടെ കർത്താവ് മരിച്ചത്? എന്താണ് നമ്മുടെ കർത്താവ് ലോകത്തിന് നൽകിയത്? സത്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തുവിന് മരിക്കാതിരിക്കാമായിരുന്നില്ലേ? കർത്താവ് മരിച്ചു എന്നതാണ്, സർവശക്തനായ ദൈവം മരണം അനുഭവിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ ഇതുവരെ ആർക്കും മനസ്സിലാകുവാൻ സാധിക്കാത്തതും എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തവും. കർത്താവ് തിരഞ്ഞെടുത്ത കഷ്ടതയുടെയും ശരീരപ്രകാരമുള്ള മരണത്തിൻ്റെയും വഴി. ഞാനിതൊന്ന് വേറൊരു രീതി പറയുന്നു. യഥാർത്ഥത്തിൽ മരണം അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. മരണം
മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗം ആയിരുന്നില്ല. ഏദന്റെ പറുദീസയിൽ തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവത്തോടു കൂടെ അവർ വസിച്ചു. ദൈവത്തോടുകൂടെ വസിക്കുന്ന മനുഷ്യൻ അവൻ വസ്ത്രമുടുത്തില്ലെങ്കിലും നഗ്നനല്ലായിരുന്നു. അവൻ ആഹാരം കഴിച്ചില്ലെങ്കിലും നിരാഹാരം ശൈലിയാക്കിയ മാലാഖമാരെ പോലെയായിരുന്നു. അവൻ മരണമില്ലാത്തവനായിരുന്നു. എന്നാൽ ഇതാ മനുഷ്യരിൽ മരണം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. നമുക്കെല്ലാവർക്കും അറിയാവുന്നു ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നപ്പോൾ അവന് മരണം ഈ ചരിത്ര ലോകത്തിൽ സംഭവിക്കുന്നു. മരിക്കുന്ന മനുഷ്യനെ എങ്ങനെ മരണമില്ലാത്തവനാക്കി തീർക്കാൻ നോക്കും? അവിടെയാണ് യഥാർത്ഥത്തിൽ മരണമില്ലാത്തവൻ മരണം അനുഭവിച്ചതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. ഞാനും നിങ്ങൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, കർത്താവ് അനുഭവിച്ച ഏറ്റവും വലിയ പ്രലോഭനം കർത്താവ് മരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ചത്തേലെ പ്രമേയനിൽ പിതാക്കന്മാർ വിവരിക്കുന്നത്, ഈ അണ്ഡഘടാകത്തിന്റെ ബന്ധം അത് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുകയാണ്. കാരണം ഇതാ മരണമില്ലാത്തവൻ മരിച്ചു, മരണം അനുഭവിച്ചു. എന്തിനാന്നോ? മരണമുള്ളവരെ മരണമില്ലാത്തവരാക്കി തീർക്കുവാൻ. അവിടെയാണ് കഷ്ടതയ്ക്കും സ്വയമേവ അനുഭവിച്ച വേദനകൾക്കും അർത്ഥമുള്ളത്. അതേസമയം ഇടത്ത് ഭാഗത്തെ കള്ളം പറഞ്ഞതുപോലെ കഴിവുള്ളവനല്ലേ ശക്തി കൊണ്ട് സ്വയമേവൻ രക്ഷപ്പെട്ടെങ്കിൽ മരണമുള്ള മനുഷ്യനെ മരണമില്ലാത്തവനാക്കി തീർക്കുവാൻ സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാ പാരമ്പര്യങ്ങളിൽ വളരെ മനോഹരമായ കർത്താവിൻ്റെ ശുശ്രൂഷ ശ്രേഷ്ഠതയെക്കുറിച്ച് മനോഹരമായ ഒത്തിരി വിശേഷണങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ് ജീവന്റെ അപ്പം. യഹൂദന്മാർ യേശുക്രിസ്തുവിനോടുള്ള സംവാദത്തിൽ അവരുടെ അഭിമാനം വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, അതിലൊന്നും കൂടുതൽ നീ ചെയ്യുന്നില്ലല്ലോ. പക്ഷെ കർത്താവിന്റെ പ്രതികരണം, പക്ഷേ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചിട്ടും നമ്മുടെ പിതാക്കന്മാർ മരിച്ചുപോയി. എന്നിട്ട് നസ്രായക്കാരൻ പറഞ്ഞു എന്നാന്നോ, ദേ എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ജീവന്റെ അപ്പത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. പൗലോസ്ലീഹ ഇത് കോരിന്ത്യ ലേഖനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണം. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. സഹോദരങ്ങളിൽ, ഈ യാത്രയാണ് നസ്രായക്കാരൻ നടത്തിയത്. യേശുക്രിസ്തു ഒരു സംഘടനാ നേതാവോ ഒരു രാജ്യത്തിന്റെ ഭരണകർത്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയ ആളോ ഒന്നും അല്ല. നസ്രായക്കാരൻ നമുക്കാരെ? യേശുക്രിസ്തു നമുക്ക് കർത്താവാണ്, യേശുക്രിസ്തു നമുക്ക് രക്ഷകനാണ്, യേശുക്രിസ്തു നമുക്ക് ദൈവമാണ്. ആ ബോധ്യമാണ് യഥാർത്ഥത്തിൽ സഭാജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. യേശുക്രിസ്തു നമ്മുടെ കർത്താവാണ്, യേശുക്രിസ്തു നമ്മുടെ രക്ഷകനാണ്, യേശുക്രിസ്തു നമ്മുടെ ദൈവമാണ്. ഈ ബോധ്യമാണ് വീണുപോയ മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് തിരികെ വരുവാൻ കർത്താവ് മരണം അനുഭവിച്ചതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, അവൻ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തു. നമ്മൾ വായിക്കുന്ന വിശുദ്ധ കുർബാനയിലെ സ്കൂലോ ദ ഹായോ എന്നൊരു പ്രയോഗമുണ്ട്. ജീവനുള്ള മുന്തിരിക്കുല, ജീവനുള്ള
മുന്തിരിക്കുല. അതിനെക്കുറിച്ച് പറയുന്നത് കന്യകയാകുന്ന മുന്തിരിത്തണ്ടിൽ നിന്ന് അടർത്തിയെടുത്തു, ശൂന്യദേശത്ത് വെച്ച് പിഴിഞ്ഞെടുത്തു, രക്ഷാകരമായ കാസയായി കലർത്തി. പിന്നെയല്ല, വിശ്വാസമുള്ള സഭയ്ക്ക് നൽകപ്പെട്ടു. സത്യത്തിൽ ഈ 4 വാക്കുകളിൽ മാർത്തോമാ ശ്ലീഹായുടെ ചോദ്യത്തിന്റെ ഉത്തരമായി. മാർത്തോമാ ശ്ലീഹായുടെ ചോദ്യത്തിന്റെ ഉത്തരം, എൻ്റെ കർത്താവേ, നീ എവിടേക്കാ പോകുന്നേ? പിന്നെ വഴി എങ്ങനെ അറിയും? പരിശുദ്ധ കന്യകമറിയാമിനെ നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ വിശുദ്ധന്മാരിലും ശുദ്ധിമതികളിലും ശ്രേഷ്ഠയായി നമ്മൾ കാണുന്നു. എന്നാൽ അമ്മ ജന്മനാ വിശുദ്ധയാണെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. അമ്മയെക്കുറിച്ച് പറയുന്ന വിശേഷണങ്ങൾ ശ്രദ്ധിച്ച്, മറിയാമെന്ന വരണ്ട ഭൂമി, മറിയാമെന്ന വരണ്ട ഭൂമി. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മറിയാമിൽ നിന്ന് ധരിച്ച ശരീരം മരണമുള്ള ശരീരമാണ്. അതുകൊണ്ടാണ് നസ്രായക്കാരൻ മരിച്ചത്. മരിച്ചു എന്നതിന്റെ കാരണം അവൻ അടർത്തിയെടുക്കപ്പെട്ട ജീവനുള്ള മുന്തിരിക്കുലയാണ്. പക്ഷെ ആ മുന്തിരിക്കുല ശൂന്യനഗരത്തിൽ വെച്ച് പിഴിയപ്പെടേണ്ടതും രക്ഷാകരമായ ജീവന്റെ കാസയായി കലർത്തപ്പെടേണ്ടതും വിശ്വാസമുള്ള ജനത്തിന് അമർത്യതയുടെ ഭക്ഷണമായി തീരേണ്ടതും അതാണ് മനുഷ്യാവതാരം. മനുഷ്യാവതാരം മഹിമയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം. അത് തിരിച്ചറിയുകയാണ് യേശു ക്രിസ്തുവിൻ്റെ പാത പിന്തുടരേണ്ട പാതകളിൽ ഏറ്റവും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. അമ്മയെ നമ്മൾ ഒരിക്കലും രക്ഷയായിട്ട് പറയത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരമായ കത്തോലിക്ക സഭ ഈ ലോ മൂം എന്ന് വെച്ചാൽ കറയില്ലാത്തവൾ എന്ന് പറയുമ്പോൾ അതിനെ വല്ലാതെ അങ്ങ് അമലോത്ഭവം എന്നൊക്കെ വിശദീകരിക്കും. എന്നാൽ അങ്ങനെയല്ല. അമ്മ തന്നെ പറയുന്നു, അമ്മയുടെ പാട്ടെന്ന മറിയാൻ പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. മറിയാമിന് മകൻ രക്ഷകനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രക്ഷ വേണ്ടിയ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയാണ് മറിയാം. മറിയാമിന്റെ മകൻ രക്ഷകനാണ്, എന്നാൽ മറിയാം രക്ഷ വേണ്ടിയ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒന്നാമത്തേത് കഴുതയുടെ വഴിയാണെങ്കിൽ രണ്ടാമത്തേത് കുരിശിന്റെ വഴിയാണ്. കഷ്ടതയുടെയും വേദനയുടെയും മരണത്തിലൂടെ മരണത്തെ നീക്കിയ മനോഹര വഴി. അതുകൊണ്ടാണല്ലോ അവൻ സ്വയമേവ കുരിശിന്റെ വഴി തെരഞ്ഞെടുത്ത് തലചായിച്ച് മരിച്ചു. സാധാരണ ഈ മെഡിക്കൽ സയൻസിൽ പറയുന്നത് ജീവൻ പോയി കഴിയുമ്പോഴാണ് തല മുമ്പോട്ട് പോകുന്നത്. മരിച്ച് തലചായ്ച്ചു. അതാണ് നമ്മുടെയൊക്കെ സാഹചര്യം. എന്നാൽ നസ്രായക്കാരൻ തലചായ്ച്ച് മരിച്ചു. എന്താന്നോ? സ്വയമേവ മരണത്തെ സ്വീകരിച്ചു. മരണമില്ലാത്തവൻ മരണത്തെ സ്വീകരിച്ചു. ദനഹായിലെ ശുശ്രൂഷയിൽ പറയുന്നില്ലേ, യോർദാനിൽ മുങ്ങി. എന്തൊരു ഭയങ്കര ഡൈവിംഗ് ആയിരുന്നു. ചെന്നത് അവിടെ മറഞ്ഞു കിടന്നിരുന്ന മഹാസർപ്പത്തിന്റെ തല ചതയ്ക്കുവാൻ. മരണത്തെ മനുഷ്യവർഗത്തിൽ നിന്ന് മാറ്റിയിട്ട് നിത്യജീവനിലേക്കുള്ള മനോഹരമായ മാർഗം തുറന്നു. അതുകൊണ്ട് ഒന്നാമത്തെ വഴി ദ വേ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് ഹോളിനെസ്. രണ്ടാമത്തേത് ദ വേ ഓഫ് സഫറിങ് ആൻഡ് ദ വേ ഓഫ് ക്രോസ്, കുരിശിൻ്റെയും അതുപോലെ തന്നെ വേദനയുടെയും വഴി. ഞാൻ പ്രായോഗിക തലത്തിലെ മറ്റൊരു അനുധാവനം ചെയ്യേണ്ട കാൽച്ചുവടിനെ കുറിച്ച് പറയട്ടെ. അത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ലോകത്തിന് കാണിച്ചു കൊടുത്ത കർത്താവിൻ്റെ സാൻമാർഗിക ഉപദേശത്തിൽ ഏറ്റവും മനോഹരമായത് എന്താണ്? അതിനെക്കുറിച്ച് മിനിസ്ട്രിയാണ്. അതിന് ഏറ്റവും നല്ല വാക്ക് തെശ്മസ്തായാണ്, ഷാമേഷ്.
കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാൻ അല്ല. ഈ വഴി ഇന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ശുശ്രൂഷിക്കപ്പെടുവാൻ അല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കാനും. എല്ലാവരും കേട്ടിട്ടുള്ള 3 മാർഗങ്ങൾ ഞാൻ പറയാം. അതാണ് ഈ 50 നോയമ്പിലെ പ്രധാന ചിന്ത. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ 3 മനോഹര ദർപ്പണങ്ങൾ. കർത്താവ് സന്ധ്യ ആവുമ്പോഴത്തേനെ അനേകം വ്യാധികളും വേദനകളും ഒക്കെ പിടിച്ച മനുഷ്യരെല്ലാം കൂടെ കർത്താവിൻ്റെ ഏരിയ വരിക. കർത്താവ് എല്ലാവരെയും സുഖപ്പെടുത്തി. ജാതിയോ മതമോ സമൂഹത്തിൻ്റെ ഏത് മേഖലയിലുള്ളതോ ഒന്നും നോക്കാതെ സുഖപ്പെടുത്തി. സൗഖ്യദായക ശുശ്രൂഷ ഇന്ന് ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത പലരുടെയും മനസ്സിലെ ഒരു വലിയ കാഴ്ചപ്പാടാണ്. എന്നാൽ യേശു ക്രിസ്തു ചെയ്ത സൗഖ്യദാനം നമുക്ക് മനസ്സിലാകുകയില്ല. അത് മനസ്സിലാക്കാൻ ഞാനൊരു വിശദീകരണം പറയാം. യോർദാനക്കര കർത്താവ് യഹൂദിയിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോടൊരു വാർത്ത പറഞ്ഞു. നമ്മുടെ സ്നേഹിതൻ, അതും യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, നമ്മുടെ സ്നേഹിതൻ ലാസർ ദീനമായി കിടക്കുകയാണ്. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, ഓ, രോഗിയായി കിടക്കുന്നവൻ കുറെ കഴിയുമ്പം വലിയ കോട് വന്നിട്ട് പോലും നമ്മളൊക്കെ കണ്ടതാ. ഇതൊക്കെ മാറുന്ന ഒരു കാലമുണ്ട്. അപ്പൊ യേശു ക്രിസ്തു അല്പം കൂടെ വിശദീകരണ അർത്ഥത്തിൽ പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അപ്പൊ ശിഷ്യന്മാർക്ക് കുറെ കൂടി ആശ്വാസം. ഉണർന്നോളും. ഭൂരിപക്ഷം 99% ഉറങ്ങുന്നത് ഉണരുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ അങ്ങ് ആ വഴിക്ക് അങ്ങ് പോകുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് യേശു ക്രിസ്തു തുറന്നു പറഞ്ഞു, തീർന്നു, നമ്മുടെ സ്നേഹിതൻ മരിച്ചുപോയി. സ്വർണ്ണനാവുകാരനായ മോർ യുവാനിയോസ് പറഞ്ഞു, ഇതാണ് മനുഷ്യവർഗത്തിന് കർത്താവ് ചെയ്ത ശുശ്രൂഷയുടെ പടിപടിയായ ക്രമം. ഇതാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. കർത്താവ് പറഞ്ഞ എന്നാന്നോ, മരണം മനുഷ്യവർഗത്തെ ബാധിച്ച ഒരു രോഗമാണ്. മരണം മനുഷ്യവർഗത്തിന്റെ നിദ്രയാണ്. ഇനിയും യോർദാൻ വിട്ട യഹൂദിയിലേക്ക് പോവുകയാണ്. ദീനവും ഉറക്കവും മാറ്റാൻ. സത്യത്തിൽ സൗഖ്യദായക ശുശ്രൂഷ മനുഷ്യവർഗത്തിന്റെ ദീനവും മനുഷ്യവർഗത്തിന്റെ ഉറക്കവും മാറ്റി മനുഷ്യനെ നിത്യജീവനിലേക്ക് നയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ എല്ലാ സൗഖ്യദായക ശുശ്രൂഷയെയും അടയാളമായി ഓർമ്മിപ്പിച്ചത്. എന്തിന്റെ അടയാളം? ദൈവരാജ്യത്തിന്റെ അടയാളം, നിത്യജീവന്റെ അടയാളം. സഹോദരങ്ങളെ, കർത്താവ് ചരിത്രത്തിൽ അവശേഷിപ്പിച്ച് നമുക്ക് വേണ്ടി വെച്ചു പോയ മനോഹരമായ പാത തെശുമെസ്തായുടെ പ്രേഷിത പ്രവർത്തനത്തിന്റെ കാൽച്ചുവടാണ്. അവിടെ മനുഷ്യവർഗത്തെ ബാധിച്ചിരിക്കുന്ന മരണമെന്ന രോഗം, മനുഷ്യവർഗത്തെ ബാധിച്ചിരിക്കുന്ന നിദ്ര. നമ്മുടെ ഒരു മനോഹരമായ പദപ്രയോഗമുണ്ട്, സ്കേബ് അൽ സബറോക്ക്. മരിച്ചവരെ കുറിച്ച് നമ്മൾ പറയുന്ന സ്കേബ്, they slept, അവർ ഉറങ്ങി. ഏതിലെ ഉറങ്ങി? upon your hope, നിന്റെ പ്രത്യാശയിൽ ഉറങ്ങുന്നവർ. അതാണ് യഥാർത്ഥത്തിൽ മരണം സംഭവിച്ചവർ. അതുകൊണ്ടാണ് ആ കല്ലറയുടെ വാതിക്കൽ ചെന്ന് യാതൊരു മടിയും കൂടാതെ, ഞാൻ തന്നെ വഴിയാണ്, ഞാൻ തന്നെ സത്യമാണ്, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞവൻ കല്ലറയുടെ വാതിക്കൽ നിന്ന്, ലാസറേ പുറത്തു വരിക, നമുക്കൊരു ജീവനുണ്ടെന്നും മരണാനന്തര അനുഭവമുണ്ടെന്നും നമ്മെ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ വഴി അത് ശുശ്രൂഷയുടെ വഴി. ആ പ്രേഷിത പ്രവർത്തനം അത് ജീവനിലേക്കുള്ള വഴിയാണ്. മരണവും മനുഷ്യവർഗത്തിൻ്റെ രോഗവും മനുഷ്യവർഗത്തിൻ്റെ ഉറക്കവും മാറ്റി നിത്യമായ ജാഗരണത്തിലേക്കും ജീവനിലേക്കും നയിക്കുന്ന വഴി. ഞാൻ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞേ ഈ ഭാഗത്തു നിന്ന് പിന്മാറാം. ശിഷ്യന്മാരുടെ മനസ്സ് ഇത് മനസ്സിലാക്കാതെ വിഷമിക്കുന്ന ഒരു തലമാണ്.
കർത്താവ് കൂടെയുള്ളപ്പോൾ അവർക്ക് കർത്താവിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്. എന്നാൽ യേശുക്രിസ്തു പോയി കഴിയുമ്പം യേശുക്രിസ്തുവിനെ കുറിച്ചോ കർത്താവ് പറഞ്ഞ പ്രബോധനത്തെക്കുറിച്ചോ ഒന്നും അല്ല ശിഷ്യന്മാരുടെ സംസാരം. അത് ഈ നോയമ്പിലെ ഒരു പ്രധാന ചിന്തയുമാണ്. നമ്മളിൽ വലിയവൻ ആരാണ്? അപ്പം നിങ്ങളെ വിശ്വാസ സമൂഹം പറയും, എൻ്റെ നിങ്ങളുടെ അച്ഛന്മാരുടെ എല്ലാം പ്രശ്നം അതാണ്. ഞങ്ങളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. ഞങ്ങളിൽ വലിയവൻ ആരാണ്? ഈ വിഷയം വല്ലാതെ ശിഷ്യസമൂഹത്തെ വേദനിപ്പിച്ചു. അവിടെയാണ് ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 2 മുതലുള്ള വേദഭാഗത്തെ 11-ാമത്തെ വാക്യം വരെ ഉള്ളതാണ്. അവിടെ മാത്രമേ അത് ഉള്ളു കേട്ടോ. കർത്താവ് ഈ ശിഷ്യന്മാരുടെ അരികെ ചെന്ന് ശുശ്രൂഷയുടെ പ്രായോഗികത, ശരിയായ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രായോഗികത കർത്താവ് ഒന്ന് പഠിപ്പിച്ചു. അവന് തൂവാല അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്തു. എന്നിട്ട് ഇളയവൻ മുതൽ, അതൊരു വല്ലാത്ത ക്രമമാകട്ടോ, ഇളയവൻ മുതൽ മൂത്തവൻ വരെ നമ്മൾ ആ ക്രമം ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഒരു ശുഭഹോയ്ക്ക് പോലും നമുക്ക് ആ ക്രമം ഇല്ല. എന്തൊരു ഭാഗമാണ്! ഈ തമ്പുരാന്റെ അരികെ നിത്യമായി അർപ്പിക്കേണ്ടിയ മനോഹരമായ സ്തുതി സ്തോത്രത്തിന് പോലും നമ്മളെക്കായിൽ ഇളയ ഒരുത്തൻ ചൊല്ലിയെങ്കിൽ, എന്നാൽ ഇനിയും കോലോയുടെ ഇടയ്ക്ക് ശുഭഹോ വേണ്ട, അതങ്ങ് വിട്ടിയൊക്കെ മശിഹായെ കാണുവാൻ നമ്മൾ വേഗം പിന്നെ ചൊല്ലത്തില്ല. ഈ നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലെ ഏറ്റവും കാതലായ ആരാധനാ ശബ്ദം, ഭാരതീയ പാരമ്പര്യത്തിൽ പറഞ്ഞാൽ മഹനീയമായ രഹസ്യവും മന്ത്രവുമാണ് ശുഭഹോ ലാബോ ലബറോ വൽറൂഹോ കാദിച്ചോ. പറയട്ടെ നീ, അതിനിടയ്ക്കുള്ള മറ്റ് ശബ്ദങ്ങൾ, ഇടയ്ക്കുള്ള പാട്ടുകൾ ചൊല്ലിയില്ലെങ്കിലും ശുഭഹോ പറയണം. എന്നാൽ ഇന്ന് ശുഭഹോ വിട്ടാണ് ബാക്കിയുള്ളതെല്ലാം. പോകട്ടെ, ഇളയവൻ മുതൽ മൂത്തവൻ വരെയുള്ള ക്രമം, ആ ക്രമം ഒരു പുതിയ ക്രമം അല്ലേ? തക്സോ ദഹാസോ, നവീനമായ ക്രമം. അവിടെ നസ്രായക്കാരൻ അരയിൽ തൂവാല ചുറ്റി ശിഷ്യസമൂഹത്തിന്റെ മുൻപിൽ തലകുനിച്ച് അവരുടെ പാദങ്ങൾ കഴുകി. എന്നിട്ട് പറഞ്ഞു, ഗുരുവായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ തമ്മിൽ ചെയ്യുവീൻ. 2 ശുശ്രൂഷ മാത്രമേ ഏവങ്കേലിയോന്റെ ഇടയ്ക്ക് ക്രമീകരിച്ചിട്ടുള്ളൂ. ഏവങ്കേലിയോന്റെ ഇടയ്ക്ക്, അത് നമ്മുടെ ഈ ആരാധന പാരമ്പര്യത്തിലെ ഒരു മനോഹര ഭാഗമാണ്. കാലുകഴുകൽ ശുശ്രൂഷ വന്യരായ വൈദിക സഹോദരങ്ങൾക്ക് എന്നെക്കാളും അറിയാമല്ലോ. ഏവങ്കേലിയോൻ വായന നിർത്തി അതിനിടയിലേക്കാണ് ഈ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. കാലുകഴുകൽ എല്ലാം കഴിയുമ്പം വേദപുസ്തക വായനയോടെ പൂർത്തീകരിക്കുന്നു. സുവിശേഷത്തിൻ്റെ മനോഹര ശുശ്രൂഷ മാതൃക ഇതുപോലെ തന്നെയാണ് തീജ്വാലയുടെ ശുശ്രൂഷയും. ഏവങ്കേലിയോൻ ഇടയിൽ തീജ്വാലയുടെ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നു. ഇനി അധികം നമ്മൾ പഠിക്കാനുണ്ട് നമ്മുടെ ആരാധനാക്രമങ്ങളെക്കുറിച്ച്. പോകട്ടെ, നസ്രായക്കാരൻ ശിഷ്യസമൂഹത്തിൻ്റെ കാല് കഴുകിയിട്ട് പറഞ്ഞു, ഇതാണ് ശുശ്രൂഷ. അപ്പൊ പത്രോസിന് വല്ലാതെ ചങ്ക കൊണ്ടിട്ട് പറഞ്ഞു, വേണ്ട, നീ എൻ്റെ കാലൊന്നും കഴുകണ്ട. കർത്താവിൻ്റെ മറുപടി എത്ര ഭയങ്കരം! എൻ്റെ കൂട്ടത്തിൽ ഓഹരി വേണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷയുടെ അർത്ഥതലം നിനക്ക് മനസ്സിലാകണം. ഞാൻ കഴുകുന്നില്ല എങ്കിൽ ഈ അപ്പോസ്തലിക സമൂഹത്തിന്റെ പങ്ക്, അതിന്റെ പൂർണ്ണത ലഭിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ക്രൈസ്തവ സാക്ഷ്യം ലോകത്തിൽ നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തു ലോകത്തിന് കാണിച്ച ശുശ്രൂഷയുടെ പാദമുദ്രകളാണ്. ആ കാൽച്ചുവടുകൾ പിന്തുടരേണ്ട മൂന്നാമത്തെ ശ്രേഷ്ഠമായ കാൽച്ചുവട്. നാലാമത്തെ വഴിയിലേക്ക് നമുക്ക് വരാം. അത് യഥാർത്ഥത്തിൽ കർത്താവ് യേശു മശിഹായുടെ പരസ്യ ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളായി പിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സൗഖ്യദായക ശുശ്രൂഷ, ഹീലിംഗ് മിനിസ്ട്രി. അതുപോലെ ഒന്നാണ്
യേശുക്രിസ്തു നൽകിയ പ്രീച്ചിങ് മിനിസ്ട്രി. കർത്താവ് ഒരിക്കലും പ്രബോധനത്തിൽ നിന്ന് പിൻവലിഞ്ഞിട്ടില്ല. ആരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിസ്കോഴ്സ്, പ്രബോധനം. പെർഫോമൻസ് ആണ് ഇഷ്ടം, പ്രബോധനം ഇഷ്ടമല്ല. പ്രബോധനം നസ്രായക്കാരൻ തെരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി വെച്ചേച്ചു പോയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാൽച്ചുവടാണ്. നമ്മൾ അനുധാവനം ചെയ്യേണ്ട പാദമുദ്രകളാണ്. അതുകൊണ്ട് പ്രീച്ചിങ് മിനിസ്ട്രി, ഹീലിംഗ് മിനിസ്ട്രി അതുപോലെ പ്രധാനപ്പെട്ടതായിരുന്നു കർത്താവ് നിർവഹിച്ച പരിപോഷണ ശുശ്രൂഷ. ഇത് മൂന്നും സമഗ്രമായി ചേരുമ്പോഴാണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മഹനീയമായ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ, ഇച്ചിരൂടെ നന്നായിട്ട് പറഞ്ഞാൽ ദ വേ ഓഫ് ബ്രദർഹുഡ്, ഫറ്റേണിറ്റി, സാഹോദര്യത്തിൻ്റെ മനോഹര വഴി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു മതസ്ഥാപനമോ ഘടനാപരമായ ഒരു ക്രമീകരണവും ഒന്നും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വിശകലനം ചെയ്താൽ കാണുന്നില്ല. പക്ഷേ കർത്താവ് കൊണ്ടുവരുന്ന, യേശുക്രിസ്തു ലോകത്തിന് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 2 ആശയങ്ങൾ, അതുവരെ ദൈവത്തെക്കുറിച്ച് ലോകത്തിനുണ്ടായിരുന്ന കാഴ്ചപ്പാട് ഭൂമിയിൽ നിന്ന്, സൃഷ്ടിയിൽ നിന്ന് അകലെ കഴിയുന്ന, വളരെ ശക്തനായ, അതിഭയങ്കരനായ, യുദ്ധങ്ങളെ വിജയിപ്പിക്കുന്ന, അതുപോലെ തന്നെ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്ന ദൈവം. നമുക്കറിയാം, ചരിത്രാതീത കാലഘട്ടം, ചരിത്രത്തിന് മുമ്പുള്ള കാലഘട്ടം മനുഷ്യൻ കാളക്കൂറ്റന്മാരെയും കാട്ടുപോത്തിനെയും വൈൽഡ് ആനിമൽസിനെ സേവിച്ചു ആരാധനമൂർത്തിയായിരുന്നു. പ്രാചീന കാലഘട്ടത്തിലേക്ക് വന്നപ്പം ഈ ശക്തരായ പ്രകൃതിയിലെ മറ്റ് ജന്തുക്കളെ കീഴ്പ്പെടുത്തുന്ന അഗ്നിയും കാറ്റും വായുമൊക്കെ മനുഷ്യൻ്റെ ആരാധനാമൂർത്തിയായി. അതിനുശേഷമാണ് ഈ ഗോത്രങ്ങളിൽ ദൈവങ്ങൾ രൂപപ്പെടുന്നത്. നമ്മുടെ ഈ ഭാരതീയ പാരമ്പര്യത്തിലെ പല ദൈവങ്ങളും ഗോത്ര ദൈവങ്ങളാണ്. യഹൂദന്മാരുടെ പാരമ്പര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ട്. എന്നാൽ നസ്രായക്കാരൻ യേശു ഈ കാഴ്ചപ്പാടുകളുടെ എല്ലാം മധ്യേ വന്നിട്ട് പറഞ്ഞത് എന്നാന്നോ? ദൈവം നമ്മുടെ പിതാവാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എത്ര ഭംഗിയായി ധന്യനായ യോഹന്നാൻ അപ്പോസ്തലനും പൗലോസ് ശ്ലീഹായും ആ ഒരാശയം എത്ര മനോഹരമായി തലമുറകളിലേക്ക് സന്നിപിപ്പിച്ചു. പൗലോസ് പറഞ്ഞു, മടിയിലിരുന്ന് ആ മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്ക പുത്രത്വത്തിന്റെ അവകാശം. അതാണ് നസ്രായക്കാരൻ ലോകത്തിന് കാണിച്ച തനതായ വഴി. ദൈവം നമ്മുടെ പിതാവ്. ദൈവം നമ്മുടെ പിതാവെങ്കിൽ നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മക്കൾ, അന്യോന്യം സഹോദരങ്ങൾ. കനാനായക്കാരി സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുമ്പോഴും, ശതാധിപന്റെ മകൾ ഭൃത്യനെ സൗഖ്യപ്പെടുത്തുമ്പോഴും, കുഷ്ഠരോഗിയെയും കുരുടനെയും ചേർത്ത് നിർത്തുമ്പോഴും എല്ലാ അതിർവരമ്പുകളെയും മതത്തിൻ്റെ വേലിക്കെട്ടുകളെ പൊളിച്ചു കളയുന്ന വിശ്വസാഹോദര്യത്തിൻ്റെ വഴി. അതാണ് ഈ ലോകം ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം. പാവങ്ങൾ എന്ന നോവലിൽ ജീൻ വാൽജീൻ, അവിടെ ആ നല്ല ഒരു ബിഷപ്പുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സിൽവർ കാൻഡിൽസ് ഈ ജീൻ വാൽജീൻ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞ് പോലീസുകാരൻ തിരികെ കൊണ്ടുവരുമ്പം, അല്ല മോഷ്ടിച്ചതല്ല, ഞാനത് അവന് കൊടുത്തതാണ്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നു, വാട്ട്സ് യുവർ റിലേഷൻഷിപ്പ്? എന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ആ ബിഷപ്പ് പറയുന്ന ഒരു വാക്കുണ്ട്, ഹീ ഈസ് മൈ ബ്രദർ. അവൻ എൻ്റെ സഹോദരനാണ്. ഇത് പഠിപ്പിച്ചത് നസ്രായക്കാരൻ യേശുവാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ പല പ്രശ്നങ്ങളുടെയും കാരണം ഈ സാഹോദര്യത്തിൻ്റെ വഴി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദ വേ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് ഹോളിനെസ്, അതാണ് ഒന്നാമത്തെ കാൽച്ചുവട്. രണ്ടാമത്തേത് ദ വേ ഓഫ് സഫറിങ് ആൻഡ് ക്രോസ്, കഷ്ടതയുടെയും കുരിശിൻ്റെയും വഴി. മൂന്നാമത്തേത് ദ വേ ഓഫ് ദശമശുദ്ധ, പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ശുശ്രൂഷയുടെ വഴി. നാലാമത്തേത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയ സാഹോദര്യത്തിൻ്റെ മാർഗം. അവിടെയാണ് നസ്രായക്കാരൻ പറഞ്ഞ വാചകത്തിൻ്റെ പൂർണ്ണ അർത്ഥതലം.
ഞാൻ വഴിയും സത്യവും ജീവനുമാകും. പത്രോസ്ലീഹ പൊതുലേഖനത്തിലൂടെ പറഞ്ഞതും ഇത് തന്നെയാണ്. നസ്രായക്കാരൻ നമുക്ക് വേണ്ടി വെച്ചേച്ചു പോന്ന പിന്തുടരേണ്ടിയ കാൽച്ചുവടുകൾ, അത് നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ക്രിസ്തു വന്ന തലയോളൂ വളരുവാൻ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന കാൽച്ചുവടുകളെ പിന്തുടരുവാൻ സർവശക്തനായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.